ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഡോർമാറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കുറേ ഉപയോഗിക്കാത്ത പഴയ ഡ്രസ്സുകളുണ്ടാവും. അതുപോലെയുള്ള ഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എത്ര പഴകിയ ഡ്രസ്സും ഈ മാറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം. മാറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പഴയ ഡ്രസ്സിൽ നിന്ന് ഇതുപോലെ കുറച്ച് തുണി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീതി 20 ഇഞ്ചും നീളം 15 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. മാറ്റിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളവെടുക്കുക. ഞാൻ ഈ അളവിലുള്ള 6 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരേ കളറിലുള്ള തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല തുണിയായിരിക്കണം. ഈ 6 പീസ് തുണിയും ഇതുപോലെ ഒരുമിച്ച് വെച്ച് 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരുന്ന ഈ തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കോർണറിൽ നിന്ന് ഇതുപോലെയുള്ള സ്കെയിൽ ഉപയോഗിച്ച് ഓരോ ലൈൻ വരച്ചെടുക്കണം. ഇതുപോലെ ഫുള്ളായി വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിനെ ക്രോസ് ചെയ്യുന്ന പോലെ വീണ്ടും ലൈൻ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലൈനിലൂടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി 3 ഇഞ്ച് വീതിയിലുള്ള 4 പീസ് തുണി എടുക്കണം. ഈ തുണിയുടെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നാല് പീസ് തുണിയും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള തുണി മാറ്റിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നാല് സൈഡിലും തുണി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നാല് സൈഡിലും തുണി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടെ ഡോർമാറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ എളുപ്പമാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.